ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ? പഴമയുടെ അതേ രുചിയിലൊരു അടിപൊളി കറി. മമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങൊന്നൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മമ്മയോടൊന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഈ കറിക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് പായസം എന്ന് പറയാം. എനിക്കിപ്പോൾ അതാണ് ഈ എളുപ്പം. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണം പോലെ കുഴച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇങ്ങനെ വിതറിയിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഇങ്ങനെ കുഞ്ഞി ബോൾസ് ആക്കിയെടുക്കാം. കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് കുറച്ച് ടഫ്. ഇതാണ് ഇതിലെ കുറച്ച് ടാസ്ക് ഉള്ള പണിട്ടാ. ഇതിങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ. ബാക്കിയൊക്കെ പിന്നെ സിമ്പിളാണ്. അതൊക്കെ പെട്ടെന്ന് കഴിയും. ഞാനും ഉമ്മച്ചിയും മമ്മിയും കൂടി ഇങ്ങനെ ഇരുന്നാണ് കുഞ്ഞുണ്ടകളാക്കി. ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ അടുക്ക് ഇങ്ങനെ നമ്മൾ അരിപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ബോൾസൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് നമ്മളെ ഈ കുഞ്ഞു ഉണ്ടകൾ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ബാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം ബാക്കി ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കൂട്ടാ. അത് ഇത്ര ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം ബാക്കിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ രവി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചക്കര പൊടിച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതിവിടെ വെന്തുകൊണ്ടിരിക്കണ്ടേ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ അപ്പം നമ്മുടെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മളെ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. പാലൊക്കെ ഒന്ന് ഇളകി വരട്ടെ.
ഇതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഇതാ നമ്മളിത് വേവിച്ചെടുത്ത ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ തേങ്ങ ഇതിട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ചൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ശർക്കര മെൽറ്റ് ചെയ്തതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ കുഞ്ഞ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ അരിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്തത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ഉള്ളി മൂപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ തന്നെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായിട്ട് ഇത് കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുമില്ല. അമ്മമ്മ ഇങ്ങനെ പണ്ടിട്ടപ്പോൾ കഴിച്ചു നോക്കണമെന്ന് തോന്നിയപ്പോൾ അമ്മമാരോട് ഉണ്ടാക്കി തന്നതാണ്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.